ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജവാന്റെ ട്രാവൽമേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറ്റിൽ നിന്നും ഒരു 15 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പച്ച പുതച്ചു നിൽക്കുന്ന സത്രം പുൽമേടുകൾക്കിടയിൽ ഒരു കുഞ്ഞ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നു. ഇത് ഇടുക്കി ജില്ലയെ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് നയിക്കട്ടെ എന്ന ആശംസകളോടെ നമുക്ക് അവിടുത്തെ കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ യാത്ര കുട്ടിക്കാനം കുമളി റൂട്ടിലാട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പട്ടുമല ടീ പ്ലാന്റേഷൻ ആട്ടോ. എന്ന ഭംഗിയാന്ന് നോക്കി ഇടയ്ക്ക് കാറ്റാടി മരങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ലൈനായി തേയിലയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ച. അത് ഇങ്ങോട്ട് വന്നാലുള്ള ഒരു പ്രത്യേകതയാട്ടോ അത്. പിന്നെ നമ്മൾ ഈ സത്രത്തിലേക്ക് തിരിയുന്നത് ഇതുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വണ്ടിപ്പെരിയാർ ടൗൺ വരണ്ട, അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വലത്തേക്ക് തിരിഞ്ഞ് കയറണം. അവിടുന്ന് ഒരു 15 കിലോമീറ്റർ പോയാൽ നമ്മൾ ഈ സത്രം എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലെത്തും. നല്ല ഭംഗിയായിട്ടോ അങ്ങോട്ട്. അതെല്ലാം തേയിലത്തോട്ടമാണ്, ഒന്നും പറയാനില്ല നമുക്ക് അങ്ങോട്ട് നമ്മുടെ യാത്രയിൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ചെറിയ വഴികളാട്ടോ. അപ്പം ശ്രദ്ധിച്ച് വാഹനങ്ങളാണ്. ഇത് മഞ്ചുമല എസ്റ്റേറ്റിൽ കൂടി ആട്ടോ ഈ വഴി പോകുന്നത്. ഇത് കാണുന്ന മഞ്ചുമല ടീ എസ്റ്റേറ്റാണ്. എനിക്ക് എന്നാ രസമെന്ന് നോക്കിയാൽ മഞ്ഞ് മൂടി കിടക്കുന്ന നീല കളറും. ഇത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വിദൂര ദൃശ്യം കേട്ടോ. അത് എന്നുവെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം കയറി കിടക്കുന്നതായി കാണാൻ പറ്റുന്നു. ഒത്തിരി ദൂരേന്ന് എടുത്തേക്കുന്നുണ്ടോ. അതായത് നമ്മുടെ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാട്ടോ ഇത് എടുത്തേക്കുന്നത്. മൗണ്ട് CSI പള്ളിയുടെ പുറകിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആട്ടോ ഇത്. എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ നീല കളറിൽ ആകാശം ഇരിക്കുന്ന മേഘങ്ങൾ പൊതിഞ്ഞ് ഇതാട്ടോ മൗണ്ട് പള്ളി. CSI പള്ളി, മൗണ്ട് CSI പള്ളിയാണിത്. ഇത് ലൂസിഫർ ഫിലിമൊക്കെ ഈ പള്ളിയുടെ ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെയിലടിച്ചിട്ടുള്ള കളർ നോക്കിയേ, ഒരു പ്രത്യേക കളറല്ലേ നോക്കിയേ. അതുകൊണ്ട് നല്ല അതിമനോഹരമായ കാഴ്ചയാണത്. ഇത് കേട്ടോ, ഇതാണ് സത്രം. ഇവിടുന്ന് ഈ ഇടത്തേക്ക് നമുക്ക് കുറച്ചും കൂടി കയറി പോകണം. ഇവിടെ ടാറ് ഇങ്ങനെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. വഴി തീർത്തും ചെറുതാട്ടോ. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ സ്ഥലങ്ങളൊക്കെ നോക്കി, വീതിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി, എതിരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിർത്തി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ എത്താറായി. ആകാശത്തിൻ്റെ കളറൊക്കെ നോക്കി, നീല കളറിൽ മേഘാവൃതമായ മഞ്ഞൊക്കെ മൂടി അത്ര ഭംഗിയാണത്. ഇവിടെ ഉണ്ടോ മലനിരകളൊക്കെ കിടക്കുന്നത്. കാൽനടയാത്രയായി ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അയ്യപ്പ ഭക്തർ കൊടും വനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി വിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു സത്രം. ഇവിടം വരെ ആയിട്ടോ നമ്മുടെ കാറുകളൊക്കെ പിന്നെ വരുള്ളൂ. ഈ ജീപ്പൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകാം. ഇവിടെ നിന്നൊരു 100 മീറ്റർ അങ്ങ് നടന്നാൽ മതി ആ വ്യൂ പോയിന്റ് കിടക്കുക. അങ്ങ് ദൂരെ കാണുന്ന ആ വഴി കാണുന്ന കേട്ടോ വ്യൂ പോയിന്റ്. ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നു പോയാൽ മതി. നല്ല ഭംഗിയാണ്. ഉണ്ടോ അവിടെ വ്യൂ പോയിന്റ്. അങ്ങോട്ട് ജീപ്പ് കയറി പോകുന്ന പക്ഷേ എന്നാ രസമാണെന്ന് നോക്കിയേ. മലയാളത്തിൽ സത്രം എന്നാൽ വിശ്രമസ്ഥലം എന്നാണ് അർത്ഥം. ഇടുക്കി ജില്ലയിലെ മലമുകളുള്ള സത്രം സഞ്ചാരികൾക്ക് ആനന്ദവും വിനോദവും കൂടാതെ വിസ്മയ കാഴ്ചകളും പ്രദാനം ചെയ്യുന്നു. സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ വരുന്ന അണ്ണക്കൽ, മൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങൾ സത്രം പർവ്വതത്തിലേക്കുള്ള വഴിയിലാണ്. ഇങ്ങോട്ട് ചെറിയ വഴിയാണെങ്കിലും ബൈക്കുകളും കാറുകളൊക്കെ ഇവിടെ നിഷ്പ്രയാസം എത്തിച്ചേരാൻ പറ്റും കേട്ടോ. പച്ച പൊതിച്ച് നിൽക്കുന്ന മലനിരകളും കുന്നുകളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതുകൊണ്ട് സത്രം പർവ്വതത്തിൽ നിന്നുള്ള കാഴ്ചയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടൂറിസ്റ്റുകളെ കൊണ്ട് ഒരു ജീപ്പ് കയറി വരുന്ന യാത്ര കേട്ടോ. ഭീതിപ്പെടുത്തുന്ന കാഴ്ച കേട്ടോ ഇത്. ആ കയറ്റം കയറി നല്ല പറന്ന കയറി വരുന്നത്. ഇത് കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഇങ്ങോട്ട് ഓഫ് റോഡ് സർവീസുകളൊക്കെ ജീപ്പുകൾ നടത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ എപ്പോഴും നല്ല കാറ്റും മൂടൽമഞ്ഞുള്ള മേഘങ്ങളും ഇളം നീലാകാശവും ഇതെല്ലാം ഒരു ഛായാചിത്രം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇടുക്കി ജില്ലയെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഒരു പ്രധാന സ്ഥലമാട്ടോ ഈ സത്രം. ഇവിടെയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ
റൺവേ എയർ സ്ട്രിപ്പ് ചെറു വിമാനം ഇവിടെ ഉദ്ഘാടനത്തിന് അന്ന് ലാൻഡ് ചെയ്തായിരുന്നു. അതെ, അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരയുടെ ഇടയ്ക്കാട്ടോ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കാണാൻ പറ്റൂല, അതുകൊണ്ടോ നല്ല പച്ചപ്പട്ടുകൾ വിരിച്ച പോലെ മലനിരകൾ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുക. എത്ര മനോഹരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇവിടെ ദൂരദർശിനിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് നമുക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആ മലയിൽ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കാണാൻ സാധിക്കും. അതുപോലെ പുൽമേടാട്ടോ കാണുന്നത്, ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പുൽമേട്. വൈകിട്ട് ഇതേന്ന് നോക്കി മഞ്ഞ് കയറി വരുന്ന ആകാശത്തിൽ കാഴ്ചകൾ നോക്കി ഒന്നും പറയാനില്ല. സഞ്ചാരികൾ അത്ര കൊത്തിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയും നല്ല സ്ഥലവും എവിടെ നോക്കിയാലും പച്ചപ്പുകൾ മാത്രം വിരിഞ്ഞു നിൽക്കുന്ന പുൽമേടുകളും മനുഷ്യരെ അതിശയപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത അടിപൊളി ഒരു വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഔട്ട്.